ഫ്രണ്ട്സ്, നമ്മൾ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ടൈപ്സ് ഓഫ് എൻ്റർപ്രണേഴ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ടൈപ്സിൽ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബൈ ക്ലാറൻസ് ഡെൻഹോഫ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ഓൺ ദ ബേസ് ഓഫ് അമേരിക്കൻ അഗ്രികൾച്ചർ ക്ലാസിഫൈഡ് എൻ്റർപ്രണർ ഇൻ ദ ഫോളോയിങ് കാറ്റഗറീസ്. ക്ലാറൻസ് ഡെൻഹോഫ് എന്ത് ചെയ്തിട്ടുണ്ട്? അമേരിക്കൻ അഗ്രികൾച്ചറിൻ്റെ ബേസിൽ താഴെ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റർപ്രണേഴ്സിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഇന്നോവേറ്റീവ് എൻ്റർപ്രണർ. They are generally aggressive on experimentation and cleverly put attractive possibilities into practice. അതായത് അവർ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതിന് വേണ്ടി അല്ലെങ്കിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അത് വർക്കിൽ കൊണ്ടുവരുന്ന ടീമാണ് ഇന്നോവേറ്റീവ് ടൈപ്പ്. An innovative entrepreneur introduces new goods, inaugurates new method of production, discovers new markets and recognizes the enterprises. അതായത് ഒരു പുതിയ കാര്യങ്ങൾ, പുതിയ ഗുഡ്സ്, മെത്തേഡ്, പ്രൊഡക്ഷൻ ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു ടീമാണ്. Innovative entrepreneurs bring about a transformation in lifestyle and are always interested in introducing innovations. അത് ഓട്ടോമാറ്റിക്കലി അവർ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന രീതിയിലുള്ള ആളുകളാണ് ഈ ഇന്നോവേറ്റീവ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെക്കൻഡ്, അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എൻ്റർപ്രണേഴ്സ്. Imitative entrepreneurs do not innovate the changes themselves. They only imitate techniques and technology innovated by others. അവർ സ്വന്തമായിട്ടൊന്നും പുതിയത് കണ്ടുപിടിക്കില്ല, പക്ഷേ നേരെ മറിച്ച് ഇന്നോവേറ്റീവ്സ് കൊണ്ടുവന്ന കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? അഡോപ്റ്റ് ചെയ്യാൻ നിൽക്കും. They copy and learn from the innovating entrepreneurs. അവർ ജസ്റ്റ് എന്ത് ചെയ്യും? കോപ്പി ചെയ്യുകയാണ്. ഇന്നോവേറ്റീവ്സിൻ്റെ കാര്യങ്ങൾ അത് കോപ്പി ചെയ്ത് ഒരു ടീം മാത്രമാണ്. While innovating entrepreneurs are creative, imitative entrepreneurs are adaptive. ഇന്നോവേറ്റീവ് എൻ്റർപ്രണേഴ്സ് നമുക്ക് ക്രിയേറ്റീവ് ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ, ഇമിറ്റേറ്റീവ് എൻ്റർപ്രണേഴ്സ് നമുക്ക് ജസ്റ്റ് അഡോപ്റ്റീവ്, അതായത് അഡോപ്റ്റ് ചെയ്യുന്ന ടീം എന്ന് മാത്രം പറയാം. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് Fabian entrepreneurs. These entrepreneurs are traditionally bounded. They would be cautious. They neither introduce new changes nor adopt a new method innovated by the other entrepreneurs. മറ്റുള്ള പുതിയ എൻ്റർപ്രണേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഒരിക്കലും കൊണ്ടുവരാത്ത പഴയകാല എൻ്റർപ്രണേഴ്സാണ് ഇതിൽ വരുന്നത്. They are shy and lazy and try to follow the footsteps of their predecessors. അതായത് അവരുടെ പ്രീവിയസുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ കോപ്പി ചെയ്യുന്ന, അതിലെല്ലാം ഒരു മാറ്റവും കൊണ്ടുവരാത്ത ആളുകൾ, അതാണ് ഫാബിയൻ എന്ന് പറയുന്നത്. They follow old customs, traditions, sentiments, etc. They take up new projects only when it is necessary to do so. വളരെ അർജൻറ്റാണെങ്കിൽ മാത്രം പുതിയ മെത്തേഡ് കൊണ്ടുവരുന്ന, പരമാവധി അതിനെ ഒഴിവാക്കുന്ന ടൈപ്പ്, വളരെ മടിയും കാര്യങ്ങളൊക്കെ ഉള്ള എൻ്റർപ്രണേഴ്സ്. പഴയ കാര്യങ്ങൾ എങ്ങനെയാണോ പൂർവികർ ചെയ്തത് അത് അതേപോലെ ഫോളോ ചെയ്യുന്ന ടീം, അതാണ് ഫാബിയൻ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. നാലാമത്തത് ഡ്രോൺ എൻ്റർപ്രണേഴ്സ്. Drone entrepreneurs are those who refuse to adopt and use opportunities to make changes in production. They would not change the method of production already introduced. അവർ ഒരിക്കലും പുതിയതിനോട് താല്പര്യപ്പെടുന്നില്ല, അതിനെ എതിർക്കുന്ന ആളുകളാണിത്. They follow the traditional methods of production. They may even suffer losses, but they are not ready to make changes in their existing production methods. അവർ എത്ര നഷ്ടമുണ്ടായാലും പ്രീവിയസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ അതേപോലെ തന്നെ അവർ കൊണ്ടുവരും. അതിലൊരു മാറ്റം അവരെന്ത് ചെയ്യില്ല, നടത്താൻ സമ്മതിക്കില്ല. There is another classification of entrepreneurs. ഇതിലല്ലാത്ത ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ട് പറയാൻ, according to this, entrepreneurs may be broadly classified into commercial entrepreneurs and social entrepreneurs. നമുക്ക് എന്ത് ചെയ്യാം? entrepreneursന് എന്തായിട്ട് പറയാം? കൊമേഴ്ഷ്യലും അതേപോലെ സോഷ്യലും പറയാം. അതിൽ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ എൻ്റർപ്രണേഴ്സ് നമുക്ക് പറയാം. They are those entrepreneurs who start business enterprises for their personal gains.
അതായത് സ്വന്തം ആവശ്യത്തിന് സ്വന്തം നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ബിസിനസ് കൊണ്ടുവരുന്ന ആള്. They undertake business ventures for the purpose of generating sales and profits. Most of entrepreneurs belong to this category. അവർ ജസ്റ്റ് സെയിൽസ് പ്രോഫിറ്റ് ആവശ്യത്തിന് വേണ്ടി മാത്രം എൻ്റർപ്രൈസ് തുടങ്ങിയ ആളുകളാണ്. മിക്കവാറും എല്ലാ എൻ്റർപ്രണേഴ്സും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. കൊമേഴ്ഷ്യൽ, അതായത് സ്വന്തം നേട്ടം ലാഭം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആളുകൾ. It's social entrepreneurs. They are those who identify, evaluate and exploit opportunities that create social values and not personal wealth. അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നാട്ടുകാർക്ക് എന്തോ ചില കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള അവർ കണ്ടെത്തിക്കൊണ്ട് ആ ആവശ്യം നിറവേറ്റാൻ ആവശ്യമായ പദ്ധതികൾ നടപ്പിൽ വരുത്താവുന്ന ആളുകൾ. സോഷ്യൽ വാല്യൂസ് റെഫേഴ്സ് ടു ദ ബേസിക് ലോങ് സ്റ്റാൻഡിങ് നീഡ്സ് ഓഫ് സൊസൈറ്റി. ഇതിൽ അവർ നോക്കുന്നത് ബേസിക് ആയിട്ടുള്ള ചില വാല്യൂസ് ആണ്. അത് സോഷ്യൽ വാല്യൂസ് ആണ്. ആ സോഷ്യൽ വാല്യൂസ് എന്ന് വെച്ചാൽ ആളുകൾക്ക് വളരെ ആവശ്യമുള്ള ഇതുവരെ കിട്ടാത്ത ചില കാര്യങ്ങൾ. They focus on the disadvantaged sections of the society. They play the role of change agents in the society. In short, social entrepreneurs are those who start ventures not for making profits but for providing social welfare. ചുരുക്കി പറഞ്ഞാൽ ലാഭമല്ല, സോഷ്യൽ വെൽഫെയറിൻ്റെ ആവശ്യത്വം എൻ്റർപ്രൈസ് തുടങ്ങുന്ന ആളുകൾ, അവർക്കാണ് നമ്മൾ എന്ത് പറയുന്നത് സോഷ്യൽ എൻ്റർപ്രണേഴ്സ്. കൊമേഴ്ഷ്യൽ എൻ്റർപ്രണേഴ്സ് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് വന്ന ആളുകൾ. സോഷ്യൽ വെൽഫെയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ ക്ലാസിഫിക്കേഷൻ ബൈ ക്ലറൻസ് ഡെൻഹാഫ് ആണ് നമ്മൾ പറഞ്ഞതിൽ. ഫസ്റ്റ് വൺ ഇന്നോവേറ്റീവ് എൻ്റർപ്രണേഴ്സ്, സെക്കൻഡ് അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ്, പിന്നെ നമ്മൾ പറഞ്ഞത് തേർഡ് ഫാബിയൻ, നെക്സ്റ്റ് ഡ്രോൺ എൻ്റർപ്രണേഴ്സ് എന്നാണ് പറഞ്ഞത്. പിന്നെ അതർ ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു, കൊമേഴ്ഷ്യൽ എൻ്റർപ്രണേഴ്സ് അതേപോലെ തന്നെ സോഷ്യൽ എൻ്റർപ്രണേഴ്സ്. നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് ട്രേഡ്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സിലാണ്. നല്ല എൻ്റർപ്രണർ ഉണ്ടാവേണ്ട ചില ക്വാളിറ്റീസ്. ഫസ്റ്റ് പാഷൻ ഫോർ ബിസിനസ്. ഒരു ബിസിനസ് നടത്താൻ എന്നുള്ള ഒരു ടേസ്റ്റ് അയാൾക്ക് ഉണ്ടാവണം. അത് എൻ്റർപ്രണേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ടീമായിരിക്കും. അപ്പം ബിസിനസ് നടത്താനുള്ള നല്ലൊരു ടേസ്റ്റ് ഉള്ള ആളായിരിക്കണം ഇത്, അല്ലെങ്കിൽ ഒരിക്കലും എന്തില്ല ഒരു സക്സസ് ആവണം എന്നില്ല. രണ്ടാമത്തത് ക്രിയേറ്റിവിറ്റി. എൻ്റർപ്രണർ മിക്കവാറും പ്രീവിയസ് ആളുകൾ കൊണ്ടുവന്ന് അതെന്നെ കോപ്പി ചെയ്യുന്ന ആളാവരുത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്ത്, അയാൾ ക്രിയേറ്റീവായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ആളായിരിക്കണം. പണ്ടത്തെ തന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നമുക്കൊരിക്കലും എൻ്റർപ്രണർ എന്ന് പറയാൻ പാടില്ല, ഒരു ബിസിനസ് മാൻ എന്ന് മാത്രം പറയാം. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത് അത് കൊണ്ടുവരുന്ന ആളുകൾക്കാണ് നമ്മൾ അയാൾ ക്രിയേറ്റിവിറ്റി ആയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വില്ലിങ്നെസ് ടു മേക്ക് സാക്രിഫൈസ് ആൻഡ് അസ്യൂം റിസ്ക്. അതായത് ഇവിടെ പറയുന്നത് സാക്രിഫൈസ് ചെയ്യാനും അതേപോലെ തന്നെ റിസ്ക് കണ്ടെത്താനുള്ള കഴിവുള്ള ആളായിരിക്കണം. അതായത് എന്തെങ്കിലും നഷ്ടമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും തന്നെ ഇട്ട് വെച്ച് പോകുന്ന രീതിയിലുള്ള ഒരാളൊരിക്കലും നമുക്ക് നല്ലൊരു എൻ്റർപ്രണർ ആയിട്ട് മാറാൻ കഴിയില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള നഷ്ടങ്ങൾ അതൊക്കെ അത് കൃത്യമായിട്ട് കണക്കുകൂട്ടി ആ സാക്രിഫൈസ് ഒക്കെ ചെയ്യാനുള്ള കഴിവ് ഇയാൾക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഹാർഡ് വർക്ക്. അതായത് പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം നേടിയെടുക്കുക എന്നുള്ള കഴിവും ഒരു ചിന്തയും കൊണ്ടുവരുന്ന ആളാണെങ്കിൽ അയാൾക്കൊരു ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എൻ്റർപ്രണർ ആകാൻ കഴിയില്ല. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ഒരു പ്രാവശ്യം ഫെയിലാണെങ്കിലും വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവണം. നെക്സ്റ്റ് ഡിസയർ ഫോർ ഹൈ അച്ചീവ്മെൻറ്റ്. ഹൈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ടേസ്റ്റ് എപ്പോഴും അയാൾക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഓപ്റ്റിമിസം. അതായത് ഇവിടെ പറഞ്ഞത് കൃത്യമായി എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവ് ഇയാൾക്കുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഫോർസൈറ്റ്. ഫ്യൂച്ചർ കൃത്യമായി കണ്ടെത്താനുള്ള കഴിവ്, ഫോർസൈറ്റ് കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സെൽഫ് കോൺഫിഡൻസ്. അയാൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അതായത് ഒരിക്കലും സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ ഒരിക്കലും ഒന്നിലും വിജയിക്കില്ല. ഓട്ടോമാറ്റിക്കലി ഒരു എൻ്റർപ്രൈസിൻ്റെ കേസിൽ അങ്ങനെ തന്നെ ഒരാൾക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് അയാൾക്ക് തന്നെ ഇല്ലെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി എന്തില്ല, വിജയിക്കില്ല. നെക്സ്റ്റ് ഇന്നോവേറ്റീവ് എബിലിറ്റി. നേരത്തെ പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി പോലെ തന്നെയാണ് ഇത് ഇന്നോവേഷൻ കൊണ്ടുവരാനുള്ള കഴിവ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതായത് എൻ്റർപ്രൈനർ എന്ന് വെച്ചാൽ എപ്പോഴും പല സൊസൈറ്റിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അയാൾക്ക് ഉണ്ടായിരിക്കണം. ആളുകളോട് നല്ലോണം
ഇടപഴകാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, മുന്നേറാൻ കഴിയില്ല. അതേപോലെ തന്നെ എൻ്റർപ്രണറിനും അത് അങ്ങനെ നല്ലൊരു കഴിവുണ്ടായിരിക്കണം. ടെക്നിക്കൽ നോളജ് ആൻഡ് വില്ലിങ്നെസ് ടു ചേഞ്ച്, അതായത് ടെക്നിക്കൽപരമായി സാങ്കേതികപരമായിട്ടുള്ള നല്ല ഒരു അറിവ് ഇയാൾക്ക്, പുതിയ എന്ത് ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവും അതേപോലെ തന്നെ അത് കറക്റ്റ് മാറ്റങ്ങൾ വരുത്താനുള്ളൊരു കഴിവും ഇയാൾക്കുണ്ടായിരിക്കണം. നെക്സ്റ്റ് ലീഡർഷിപ്പ് ആൻഡ് ടീം സ്പിരിറ്റ്, അതായത് ഒരു എൻ്റർപ്രണർ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഒരു എൻ്റർപ്രൈസാണ്. എൻ്റർപ്രൈസിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അപ്പോൾ ഇവരൊക്കെ കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ലീഡർഷിപ്പ് അല്ല ടീം സ്പിരിറ്റും ഇയാൾക്ക് ഉണ്ടാവണം. ഇത്രയുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ക്വാളിറ്റീസാണ്. ക്വാളിറ്റീസിൽ നമ്മൾ 12 ക്വാളിറ്റീസാണ് പറഞ്ഞത്. ഈ 12 ക്വാളിറ്റീസുള്ള അത് ഒരു നല്ലൊരു എൻ്റർപ്രണറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.